വ്ളോഗിലൂടെയായി ജീവിതവിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ദിയ കൃഷ്ണ. അടുത്തിടെയായിരുന്നു മകനായ ഓമിക്ക് 1 വയസ്സ് തികഞ്ഞത്. മലേഷ്യയിലായിരുന്നു പിറന്നാൾ ദിനത്തിൽ. സ്പെഷ്യൽ ദിനത്തിൽ യാത്ര പോകുന്ന പതിവുണ്ട് ദിയയ്ക്കും അശ്വിനും. ദിവസങ്ങൾക്ക് ശേഷമായാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അവിടെ നിന്നും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ കൊടുക്കാനായി വീട്ടിലേക്ക് പോയപ്പോഴാണ് അവർ സർപ്രൈസ് പാർട്ടി ഒരുക്കുന്നതായി അറിഞ്ഞത്. എന്താണ് തീം എന്നൊന്നും അവർ പറഞ്ഞിരുന്നില്ല. ഇഷാനി കേക്കുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഓമിയെയും കൊണ്ട് ഗാർഡൻ മുഴുവനായും നടക്കുകയായിരുന്നു അച്ഛൻ. ഫ്രൂട്ട്സൊക്കെ ലൈവായി തന്നെ പറിച്ചു കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് അച്ഛനും അമ്മയും അവന് പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പാല് തീരെ താല്പര്യമില്ല. ഓമിക്ക് ഇടയ്ക്ക് ഞാൻ കൊടുക്കാൻ നോക്കിയെങ്കിലും അവൻ കൈവച്ച് തട്ടിക്കളഞ്ഞു. പിറന്നാൾ ആഘോഷത്തിനിടയിൽ അപ്പൂപ്പനൊപ്പമായിരുന്നു ഓമി. വേറെ ആരുടെയും കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല. കേക്കും ബലൂണുകളും ഒന്നും അവൻ നോക്കുന്നുണ്ടായിരുന്നില്ല. പൂളിലേക്ക് പോയപ്പോഴായിരുന്നു അവൻ ആക്റ്റീവായത്. അടുത്ത വർഷം പൂൾ പാർട്ടി നടത്താമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പാമ്പേഴ്സ് മാറ്റാതെയായിരുന്നു പൂളിലേക്ക് ഇറങ്ങിയത്. അച്ഛാ, കാണുന്നവരെല്ലാം ഇതേക്കുറിച്ച് പറയുമെന്നായിരുന്നു ദിയയുടെ കമൻറ്റ്. ചെറിയൊരു ഗെറ്റ് ടുഗദറായിരുന്നു നടന്നത്. അശ്വിനായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത്. അഹാനയെക്കുറിച്ചായിരുന്നു വ്ളോഗിന് താഴെയുള്ള ചർച്ചകൾ. എടി വസന്തേ, വന്നല്ലോ, ഒരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ പൊങ്ങച്ചമൊക്കെ. നെഗറ്റീവ് കമൻറ്റുകളെല്ലാം അവർ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് അവരെല്ലാം. അശ്വിൻ്റെ വീട്ടുകാർക്ക് ഇതിലൊന്നും റോളില്ലേ? അവരെ വിളിക്കേണ്ടതായിരുന്നില്ലേ? സ്വന്തം വീട്ടുകാർ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അശ്വിൻ പങ്കെടുത്തത്? അപ്പച്ചിയെ കേക്ക് മുറിക്കാൻ വിളിച്ചില്ല, ഫാമിലി ഫോട്ടോയിലും കൂട്ടിയില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. അശ്വിൻ്റെ പോലെയുള്ള മുടിയാണ് ഓമിക്ക് എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ്റേത് സ്ട്രെയിറ്റ് ബ്ലാക്കാണെന്നും ഓമിയുടേത് ബ്രൗൺ വേവി ഹെയറാണെന്നായിരുന്നു ദിയയുടെ മറുപടി. നെഗറ്റീവുകളൊന്നും മൈൻഡാക്കേണ്ട. നല്ലത് ചെയ്താലും അതിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും എല്ലാവരും നോക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ വൃത്തികെട്ട ചിലരുടെ വൃത്തികെട്ട മനോഭാവം എന്നായിരുന്നു ദിയയുടെ മറുപടി. കൊച്ചിൻ്റെ അച്ഛൻ പാവമെന്ന് പറഞ്ഞ ആളോട് ശരിയാ പാവം, കൊച്ചിൻ്റെ അമ്മ അതിലും പാവമാ ക്യാമറയ്ക്ക് പിന്നിൽ എന്നായിരുന്നു ദിയ പറഞ്ഞത്.